എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അധികം ആരും ഉണ്ടാക്കാത്തൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ട്രിവാൻഡ്രത്ത് ഗംഗ ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ്. അപ്പം ഞങ്ങൾ ഇന്നാൾ ചെന്നപ്പോൾ ഈ ഉഴുന്ന്, അതിൻ്റെ പുറമേ ഉള്ള തൊലിയോട് കൂടിയുള്ള ഉഴുന്ന് ഞാനിവിടെ അധികം കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ ഒരു കറുത്ത കോട്ടിങ് ഉണ്ട് പുറത്തൊരു തൊലി ഉഴുന്നിൻ്റെ, അതോട് കൂടിയുള്ള ഉഴുന്ന് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കും. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് നിങ്ങളെ കൂടി ഉണ്ടാക്കി കാണിക്കും. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് വറുത്തരയ്ക്കണം, പിന്നെ പുളിയൊന്നും ചേർക്കില്ല ഇതിനകത്ത്. അപ്പോൾ ഇത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റും. ഞാൻ ഇന്നത് പുട്ടിൻ്റെ കൂടെയും കൂട്ടി കഴിച്ചു. അപ്പം നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വരും. ഇത് ഉഴുന്നാണ്, കണ്ടാൽ തോന്നില്ല അല്ലേ? കാരണം പുറത്തെ ആ ഒരു തൊലിയില്ലേ, അത് കളഞ്ഞിട്ടില്ല. കറുത്ത ഒരു തൊലിയോട് കൂടിയാണ്. അരക്കപ്പ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുതിർത്തി വയ്ക്കാം. അപ്പം നമുക്ക് വേവിക്കാനായിട്ട് എളുപ്പമാണ്. ഒരു 3-4 മണിക്കൂർ ഇത് വെള്ളം ഒഴിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തു. ഒരു 3-4 വട്ടം ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് കുക്കറിൽ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. കണ്ടില്ലേ? ഇനിയും ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാം. അതായത് ഇതിനകത്ത് ഇതിൻ്റെ നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് മുകളിൽ വരത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ആദ്യം ഒരു 2 ഹൈ ഫ്ലെയിമിൽ വിസിലടിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 എണ്ണം ലോ ഫ്ലെയിമിൽ വെച്ച് വിസിലടിപ്പിക്കുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. ഉഴുന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതവിടെ ഇരിക്കട്ടെ. പാകത്തിന് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലതുപോലെ. പക്ഷേ എന്ന് വെച്ചാൽ അങ്ങ് ഉടഞ്ഞൊന്നും പോവില്ല. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനിയും വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ തേങ്ങ മൂത്ത് കിട്ടും. ഇടയ്ക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5-6 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞ് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ കിടന്ന് തന്നെ ഉള്ളിയും കൂടെ ഒന്ന് മൂത്ത് കിട്ടും. തേങ്ങയും ഉള്ളിയും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ആ ചൂടിൽ കിടന്ന് തന്നെ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് കിട്ടിക്കോളും. പിന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ തേങ്ങയുടെ ചൂടാറിക്കഴിയുമ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് നല്ലതുപോലെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. നല്ലപോലെ അരയണം. നമ്മുടെ വറുത്ത തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിലേക്ക് ഞാൻ ഈ ഉഴുന്ന് വേവിച്ചത് പകർത്തി കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഈ സമയത്താണ് ചേർക്കാൻ പോകുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. അതായത് ഞാൻ 2 എരിവുള്ളതും എരിവ് കുറഞ്ഞത് കാശ്മീരി മുളക് പൊടിയും 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2ഉം ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഈ ഉഴുന്നിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, വറുത്ത തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇത് അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ആ മിക്സിയുടെ ജാറ് കൂടി കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ഗ്രേവി ഓരോരുത്തരുടെ ആവശ്യാനുസരണം കുറച്ച്, ഇപ്പോൾ മൺചട്ടിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് കുറുകി വരും, പിന്നെ നല്ലപോലെ വറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ഗ്രേവി ആക്കി കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം.
ഞാനിതൊരു ഒഴിച്ചുകറിയായിട്ടാണ് വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവി ഉണ്ട്. പിന്നെ ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഞാനൊരു 6-7 ചെറിയ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 വറ്റൽമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഞാനൊരു ബൗളിലേക്ക് പകർത്തി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കെടുത്ത് സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പുട്ടിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ലതാണെന്ന്. ഞാൻ പുട്ടിൻ്റെ കൂടെ ഇത് ചേർത്ത് കഴിക്കാൻ പോവുക. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ചോറിൻ്റെ കൂടെ ഇത് നല്ലതാണ്. നല്ലൊരു ഒഴിച്ചുകറിയാണ്. ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. കണ്ടില്ലേ, ഉഴുന്ന് വെച്ചിട്ടുള്ള ഒരു കറി ഞാൻ ഉണ്ടാക്കിയത് കണ്ടില്ലേ. തീയൽ പോലെ തന്നെയാണ്, കുറച്ച് വറുത്തക്കരയ്ക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ചെന്നപ്പം ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളെ കൂടി ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. അപ്പം എന്നിട്ട് എനിക്ക് അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉഴുന്നൊക്കെ. ഞാനത് കൊണ്ടുവന്ന് ഇപ്പം ഇവിടെ വയ്ക്കുക. അപ്പം നിങ്ങളും ഇത് ഞാനിതിവിടെ ഈ നമ്മുടെ ഇവിടെയൊക്കെ അധികം ഒന്നും എൻ്റെ വീട്ടിലൊന്നും ഇത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റുണ്ട്. ചോറിനും പിന്നെ വേണമെങ്കിൽ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാം, കൂട്ടിക്കഴിക്കാം. ഞാനിന്ന് പുട്ടിന് ഇത് കൂട്ടിക്കഴിച്ചു നോക്കി. ചോറിനും കഴിക്കാറുണ്ട്, പുട്ടിന് കൂട്ടിക്കഴിച്ചു നോക്കി. അപ്പോൾ നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.